അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതെ, ഷമീറും രാജേഷും നേർക്കുനേർ പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഏറ്റുമുട്ടുകയാണ്. രാജേഷിന് അല്പം ഭയമുണ്ട്. എന്നാൽ അവൻ ആ ഇടയിൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. അത് ശക്തി കിട്ടുവാൻ വേണ്ടി, ധൈര്യവും ബലവും കിട്ടുവാൻ വേണ്ടി അവൻ ഉപയോഗിക്കാറുള്ള ആ ഒരു സ്റ്റീറോയിഡ് അവൻ്റെ ശരീരത്തിൽ കുത്തിക്കയറ്റുന്നു. എടാ ഷമീറേ, നീ എന്നെ തോൽപ്പിക്കാൻ മാത്രമായോ? ഒരിക്കലുമില്ല. ഞാൻ അതിനു വേണ്ടി ശക്തി ലഭിക്കുവാൻ വേണ്ടിയുള്ള മരുന്ന് ഞാൻ കുത്തിവെച്ച് കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു. എന്നാൽ ഷമീർ അവനെവിടെ കാത്തിരിക്കുകയായിരുന്നു അവൻ്റെ നാച്ചുറലായിട്ടുള്ള ബലങ്ങൾ കൊണ്ട്. എന്നാൽ അകത്തു നിന്നും പെൺകുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഷമീർ ഒരു നിമിഷം അങ്ങോട്ട് നോക്കി. ഏയ് ഇല്ല, ഇവൻ്റെ കെടുതിയിൽ നിന്ന് അവരെ എല്ലാവരെയും രക്ഷിക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു അവൻക്ക്. എന്നാൽ ചീറിപ്പാഞ്ഞുകൊണ്ട് രാജേഷ് അവന് നേർക്ക് വരുന്നു. ഷമീർ അനങ്ങിയില്ല ഒട്ടും. എന്നാൽ അവൻ്റെ ആ ഒരു ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ ഒരു നിമിഷം ഷമീറിൻ്റെ നെഞ്ചിലേക്ക് അവൻ ഇടച്ചു കയറിയപ്പോൾ ഷമീർ ഒന്ന് പതറിപ്പോയി എന്ന് മാത്രമല്ല, പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാൻ നിൽക്കുന്ന അവൻ വീണ്ടും ശക്തമായി ഇടിച്ച് ഷമീർ അവിടെ തളർന്നു വീണു. ഒരു നിമിഷം പോലീസുകാരെല്ലാം കൈയടിച്ചു. ആഹാ, ഇതാണോ വലിയ ബലവാന്മാർ? ഇവനെയാണോ നീ ഭയന്നിരുന്നത്? ഇവനെ കരുതിയിട്ടാണോ നീ പോലീസിനെ വിളിച്ചത്? നിനക്കൊക്കെ നിന്റെ ചെറുവിരലൊന്ന് അനക്കിയാൽ ഇവൻ തെറിച്ചു പോകൂലേ? എന്താ രാജേഷേ, ഞങ്ങൾക്ക് വരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് നീ തരുന്ന കൈക്കൂലികൾ അതൊക്കെ ഞങ്ങൾ എന്ത് ഹെൽപ്പിനും തയ്യാറാണ്. പക്ഷേ ഈ ഒരു പീക്കിരി പയ്യനെ നീ ഇത്ര പെട്ടെന്ന് ഇടിച്ചു വീഴ്ത്തിയല്ലോ. അവൻ്റെ ബോധം എങ്ങോട്ടോ മറഞ്ഞു പോയി. കണ്ടില്ലേ അവൻ കിടക്കുന്ന കിടപ്പ്? എന്നാൽ അവൻ്റെ മർമ്മത്ത് തന്നെ ശരിക്കും അവൻ കൊടുത്തിരുന്നു. അവൻ്റെ ലഹരിയുടെ ആ ഒരു ശക്തി മനുഷ്യന് എത്രയധികം ശക്തി കിട്ടും അത്രയും ശക്തി കിട്ടുന്നൊരു മരുന്നായിരുന്നു അവൻ ഉപയോഗിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതൊന്നും ഒന്നിലും അലൗഡ് അല്ലായിരുന്നു. നാച്ചുറലായിട്ടുള്ള അവൻ്റേതായിട്ടുള്ള ശക്തി കൊണ്ട് വേണം പോരാടാം. പക്ഷേ അവൻ ചതി പ്രയോഗിച്ചു. എന്നാൽ ഷമീർ ഒരു നിമിഷം കണ്ണടിച്ച് തന്നെ കിടക്കുന്നു. ഇല്ല, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. മർമ്മത്തിൽ തന്നെ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അവൻ്റെ ചെവിയിലേക്ക് പതിക്കുന്നത് പോലെ അവന് തോന്നി. മോനെ, പടച്ച റബ്ബുണ്ട് എൻ്റെ കുട്ടിൻ്റെ കൂടെ, ധൈര്യമായി ഇരിക്കണം, അള്ളാഹു സഹായിക്കും എൻ്റെ പൊന്നു മോനെ. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അവൻ്റെ ചെവിയിലേക്ക് അലയടിച്ചു കൊണ്ടിരുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കോ മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒരിക്കലും പരാജയപ്പെടൂല. ഉമ്മയുടെ ആ ഒരു ശബ്ദം അവൻ്റെ ചെവിയിൽ അങ്ങനെ തുളച്ചു കയറിക്കൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്നതാ അവിടെ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. എന്നാൽ ആ ശബ്ദം കൂടി കേട്ടതും ഷമീർ കണ്ണു തുറന്നു. എൻ്റെ ദൗത്യം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഒരാളുടെ മുമ്പിൽ ഞാനൊരിക്കലും കീഴ്പ്പെട്ട് പോകാനും പാടില്ല. അള്ളയുണ്ട് എൻ്റെ കൂടെ. ആ കുട്ടിയുടെ കരച്ചിലെ, ഉമ്മയുടെ ആ ഒരു ശബ്ദം അതെല്ലാം ചെവിയിലേക്ക് വരുന്നത് പോലെ ഷമീറിന് ഒരു നിമിഷം തോന്നിപ്പോയി. അവൻ കണ്ണുകൾ തുറന്നു ബലമായി അവൻ ഒന്ന് പിടഞ്ഞെഴുന്നേറ്റു. ശരിക്കും രാജേഷ് ഒന്ന് ഞെട്ടി. ഇവൻ ഇപ്പോഴും കാറ്റ് പോയില്ലേ? ഇവൻ്റെ കാറ്റ് പോയെങ്കിൽ അങ്ങ് കൊക്കയിലേക്ക് എറിയാമായിരുന്നു എന്ന് വിചാരിച്ചതാ. പക്ഷേ ഇവനെന്താ ഉയർത്തെഴുന്നേൽക്കുന്നു. എന്ന പോലീസുമാർ ചുറ്റുമായിട്ടിരുന്ന അവരും ഒന്ന് ഞെട്ടി. രാജേഷ്, അവൻ്റെ ശബ്ദം കേട്ട് രാജേഷ് ഒന്ന് ഞെട്ടി. ചതിയിലൂടെ കീഴ്പ്പെടുത്താൻ നിനക്ക് കഴിയുമായിരിക്കും. പക്ഷെ എന്ത് ചതി? ഞാനിത് നേരിട്ട് തന്നെയാണ്. നീ എൻ്റെ സ്ഥാപനത്തിൽ അനധികൃതമായി കടന്നു കയറി ആക്രമിച്ചു. അതാണ് നിനക്ക് പേരുള്ള കേസ്. മനസ്സിലായിക്കൊള്ളി പോലീസുകൾ. ഇവൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു പെർമിഷനും കൂടെ അനധികൃതമായി കടന്നു കയറ്റം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും ഇവൻ ചെയ്യുന്നുണ്ട്. അതാണ് അവൻ്റെ പേരിലുള്ള തെറ്റ്. അതൊരിക്കലും വിട്ടുകൊടുക്കാൻ അവനെ അഴിയെണ്ണുക തന്നെ വേണം, അതും ആജീവാനന്ദം. എന്നാൽ രാജേഷിനോട് അവനത് പറയുന്നു. ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ
ഇവിടെ നീ കെട്ടിക്കൂട്ടിയിട്ട പെൺകുട്ടികളെ അഴിച്ചുവിടണം, തുറന്നു വിടണം, അവരവരുടെ മാതാപിതാക്കളുടെ കൈകളിൽ ഏൽപ്പിക്കണം. അല്ല എങ്കിൽ ഒരിക്കൽ പോലും ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഓഹോ, അത്രക്കായല്ലേ? വീണ്ടും അതാ ശക്തമായിട്ട് തന്നെ അവൻ ഒരു ശക്തിയോടെ ഷമീറിൻ്റെ മേലേക്ക് കുതിച്ചു കയറുന്നു. എന്നാൽ ഷമീറിൻ്റെ കൈകൾ ഇപ്രാവശ്യം ആഞ്ഞു തടുത്തു. അതെല്ലാം അവൻ്റെ ഓരോ ഇടികളും അവൻ്റെ കൈകൾ കൊണ്ട് ആഞ്ഞു തടുത്തപ്പോൾ ശരിക്കും അതാ അവൻ്റെ ആ ഒരു ലഹരി മരുന്നിൻ്റെ ഉപയോഗമെല്ലാം അതെല്ലാം അതിൽ ചോർന്നു പോയിരുന്നു. അതിൻ്റെ ശക്തി ക്ഷയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാജേഷിനെ കൈകൾ കൊണ്ട് തന്നെ തടുത്തു. ഒരിക്കൽ പോലും അവൻ തല്ലിയില്ല. കാരണം ആ ഒരു കേസ് കൂടി അവർ രജിസ്റ്റർ ചെയ്യും. ചുറ്റും പോലീസുമാരാണ്. ശരിക്കും ഷമീറിൻ്റെ അസാധ്യമായ ആ ഒരു ശക്തി കണ്ടിട്ട് പോലീസുകാർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എടാ, രാജേഷ് തോറ്റുപോയല്ലോ എന്നുള്ള രീതിയിൽ. എന്നാൽ രാജേഷ് പറഞ്ഞു, മിക്കവാറും നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ലാത്തിയുണ്ടല്ലോ കൈകളിൽ, അവൻ ആജ്ഞാപിച്ചു. ഷമീർ ഒരിക്കലും വിട്ടുകൊടുത്തില്ല. അത് രാജേഷിനെതിരെ പറഞ്ഞു. എല്ലാ കുട്ടികളെയും ഇറക്കി വിട്ട് അവരുടെ സുരക്ഷിതമായ സ്ഥലത്ത് അവരെ എത്തിക്കണം. അതല്ല എങ്കിൽ ഞാനിത് നാട്ടുകാരോട് മുഴുവനും വിളിച്ചോതും. നിൻ്റെ ഇതുപോലുള്ള അക്രമങ്ങൾ, അത് പാവപ്പെട്ട പെൺകുട്ടികളെ ചാക്കിലാക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് പീഡിപ്പിച്ച് എല്ലാവർക്കും വിൽക്കുന്ന നിൻ്റെ ആ സ്വഭാവമുണ്ടല്ലോ, അത് ഒരിക്കൽ പോലും പുറം ലോകം കാണാൻ കഴിയാത്ത നിൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടലുകൾ അഥവാ കേസായി കഴിഞ്ഞാൽ പുറം ലോകം കാണില്ല മോനെ രാജേഷ്. ഞാൻ നിന്നോട് മാന്യമര്യാദയിൽ പറയുന്നു, ഇറക്കി വിടണം അവരെ എല്ലാവരെയും. ഓഹോ, നീ എന്നെ അങ്ങ് പഠിപ്പിക്കാൻ വന്നതല്ലേ? അത് രാജേഷിന് കഴിയുന്നില്ല അവന് ഒരിക്കൽ പോലും തളക്കാൻ. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ പോലീസുകാരോട് പറയുന്നു, അടിക്കടാ. എല്ലാവരും ലാത്തിയുമായി അതാ ചുറ്റും കൂടി അത് ഷമീറിനെ അടിക്കുവാൻ തുടങ്ങി. എന്നാൽ ഷമീർ തൻ്റെ കഴിയുന്ന പരമാവധി എല്ലാവരെയും കൈകൊണ്ട് തന്നെ തടുത്തു. അത് ഒരുപാട് അടികൾ കൊണ്ടു. ആവശ്യമില്ലാതെ പോലീസുകാർ ഒരു കണ്ണിൽ ചോരയില്ലാതെ ഉപദ്രവിക്കുകയാണ് ഷമീറിനെ. അവൻ നിലത്ത് കിടന്നുരുണ്ടു. എങ്കിലും പല പോലീസുമാർക്കും പരിക്കുകളേറ്റു. കാരണം അവൻ അത്രക്കും പ്രതികരിച്ചിരുന്നു. രാജേഷ് പറഞ്ഞു, നിർത്താതെ അടി, അവൻ്റെ ജീവൻ കളഞ്ഞ് കൊക്കയിലേക്ക് എറിയണം, അതാണ് വേണ്ടത്. എന്നാൽ പെട്ടെന്ന് അതാ വളരെയധികം സ്പീഡിൽ ഒരു ജീപ്പ് അങ്ങോട്ട് കടന്നു വന്നു. സ്റ്റോപ്പ് ഇറ്റ്! എന്ത് അസംബന്ധമാണ് നിങ്ങളെ കാണിക്കുന്നത്? അത് മറ്റാരുമായിരുന്നില്ല, പോലീസ് SI ആസിഫായിരുന്നു. എന്താടോ ഇത്? ഇത്രയധികം പോലീസുകാർ ഒരാളെ എന്തിന് തല്ലിച്ചതക്കുന്നു? എന്താ കാരണം? എന്ത് കാരണം? സാറേ, ഈ സ്ഥാപനത്തിലേക്ക് അനധികൃതമായി കടന്നു വന്ന് ഇവിടെയുള്ള സകലതും തട്ടിക്കൊണ്ടു പോവുക, ഇവിടെയുള്ള ആളുകളെ പുറത്ത് ചാടിച്ച് കൊണ്ടുപോവുക, അതൊക്കെയാണ് ചെയ്യുന്നത്. ഇതെന്ത് സ്ഥാപനമാണ്? അതെ, ശരിക്കും അവന് ചെറിയൊരു ക്ലൂ ഒക്കെ ഇതിനെക്കുറിച്ച് കിട്ടിയിരുന്നു. എനിക്കത് ചെക്ക് ചെയ്യണം. വേണ്ട സാറേ, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, മൂർഖനെ ചവിട്ടാൻ നിൽക്കണ്ട, നമുക്ക് പോകാം. പോലീസുകാർ ശരിക്കും അത് പറഞ്ഞു. ഓഹോ, SI ആസിഫ്, ഈ കാക്കിക്കുപ്പായം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചില മാനമര്യാദകളൊക്കെ ഉണ്ട്. അല്ലാതെ വെറും ഒരാളുടെ കൈക്കൂലി വാങ്ങി തിന്നാൻ മാത്രം വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാക്കി അണിഞ്ഞിട്ടുള്ളത്. അതിനൊരു പവിത്രതയുണ്ട്, അതിന് ചില കടമകളുണ്ട്. അത് നിർവഹിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ. ഷമീറിനെ കൈക്കെടുത്തുകൊണ്ട് അത് ആസിഫ് എഴുന്നേൽപ്പിച്ചു. എന്താണ് സംഭവിച്ചത്? സർ, ഒന്നുമില്ല, ഇത് അവസാനിപ്പിക്കണം. അത്രക്കും വലിയ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അവൻ്റെ കണ്ണുകളിൽ നിന്നും ചെവിയിൽ നിന്നും മുഖത്തു നിന്നൊക്കെയുമായിട്ട് അതാ രക്തം വരുന്നുണ്ട്. അത് അത്രക്കും ലാത്തി വീശിയിട്ടുണ്ട് അവർ. തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ പിടിച്ചു തന്നിട്ടുണ്ട്. അതെ, പക്ഷേ അവന് വേദനിക്കുന്നില്ല. ഇതൊന്നൊരു വേദനയല്ല. സത്യത്തിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചാൽ പ്രതിഫലമേ കിട്ടുകയുള്ളൂ എന്നവൻ പഠിച്ചിട്ടുണ്ട്. അതെ, ഇത് തെറ്റായ മാർഗത്തിലുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത്. അതെല്ലാം മാറ്റണം. ഒരുപാട് കുട്ടികൾ കുടുങ്ങിക്കിടക്കുന്ന ഈ ഒരു സ്ഥാപനം. സാർ, പ്ലീസ് ചെക്ക്. അവൻ്റെ വാക്ക് കേട്ട് ഒരു നിമിഷം SI അകത്തേക്ക് കയറി. തുറക്കടോ. രാജേഷ് ഒന്നും മിണ്ടിയില്ല. എന്താടോ, തുറക്കാൻ പറഞ്ഞാൽ കേൾക്കൂലേ? വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. എന്തിനാ സാറേ വാതിൽ തുറക്കുന്നത്? ഞാനിവിടുത്തെ SI ആണ്. എനിക്കിവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണം. അത് അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമല്ല. എന്താ നിങ്ങൾക്ക് എന്തിന്
10-15ഓളം പോലീസുമാർ. എന്ത് കാര്യത്തിലാണ് നിങ്ങളിങ്ങോട്ട് വന്നത്? സാറേ, അവൻ വിളിച്ചിട്ട് വന്നു തന്നെ. അതെ, അനധികൃതമായി ഒരാളുടെ സ്ഥാപനത്തേക്കിലേക്ക് കടന്നു വന്ന് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാറേ, അതിന് പിന്നെ ഞങ്ങൾ വിളിക്കുമ്പോൾ വരണ്ടേ? എസ് ഐയുടെ മുമ്പിലേക്കുള്ള ആ ഒരു ചോദ്യത്തിന് എസ് ഐ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതെ, വേണം. ഒരാളുടെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരാളുടെ സ്ഥാപനത്തിലേക്ക് അനധികൃതമായി കയറിക്കൂടിയാൽ പോലീസിനെ വിളിച്ചാൽ തീർച്ചയായും വരണം. പക്ഷേ അതിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് കൂടി അറിയണം. ആദ്യം മാറടോ അങ്ങോട്ട്. രാജേഷിനെ ഒന്ന് തള്ളിയിട്ട് എസ് ഐ അതാ മുന്നിലേക്ക് നടക്കുന്നു. പിന്നാലെ പോലീസുമാരോടും വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. തുറക്കടോ വാതിൽ. ഓരോ റൂമും വാതിൽ അതാ ചവിട്ടി തുറക്കുവാൻ വേണ്ടി പറയുന്നു. മര്യാദക്കാണ് പറയുന്നത്. നീ കീ എടുത്ത് വാതിൽ തുറന്നോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാതിലും ബാക്കി വെച്ചേക്കില്ല. ഒരൊറ്റ ചവിട്ടിന് എല്ലാം പൊളിക്കും. വേണ്ടാത്ത പണി ചെയ്യണ്ടെങ്കിൽ നീ ചെയ്യേ. സാറേ, നിങ്ങൾ എന്നോട് കളിക്കണ്ട കേട്ടോ. ഓക്കെ, എന്നോട് കളിക്കണ്ട, കയറടാ ജീപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അതാ പോലീസ് അവൻ്റെ കോളറിനെ പിടിച്ച് ജീപ്പിലേക്ക് തള്ളിക്കയറ്റി രാജേഷിനെ പോലീസ് കൊണ്ടുപോയി. കാരണം അവൻ്റെ അത്യധികം ആ ഒരു അഹങ്കാരപൂർണമായ സംസാരം ആസിഫിന് ഒട്ടും പറ്റിയില്ല. ബാക്കി പിന്നെ ആദ്യം നിന്നെ ഒന്ന് ശരിയാക്കട്ടെ. എല്ലാവരും പോലീസിൻ്റെ പിന്നാലെ തന്നെ വന്നു. എന്നാൽ രാജേഷിനെ ആ നിമിഷം തന്നെ ലോക്കപ്പിലേക്ക് ഇട്ടു. എന്താടാ, പോലീസുകാരോട് ഇത്രമാത്രം തർക്കുത്തരം പറയുന്ന ആളെ ഞാൻ ഇങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് പലരെയും. അതൊക്കെ കൂമ്പരങ്ങ് നുള്ളിക്കഴിഞ്ഞാലേ ബാക്കി അവിടെ നിൽക്കും. ആരോടാ നീ കളിക്കുന്നത്? എന്നോടോ? ഓഹോ, പിന്നെ സത്യം പറയണം, നിൻ്റെ പിന്നിൽ ഏതോ ഒരു ക്രിമിനൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അതിൽ പെട്ടുപോയി ഇവിടെ കുറേ എണ്ണം. അവർക്കെല്ലാം ക്യാഷ് മാത്രമാണ്. ഒരാളുടെ ജീവിതം വെച്ച് നമ്മൾ കളിക്കാൻ പാടില്ല. അതെ, ഒരു ഉമ്മയും ഉപ്പയും ഒരു മക്കളെ വളർത്തി വലുതാക്കാൻ ഒത്തിരി പാടുപെടുന്നുണ്ട്. എന്നാൽ എല്ലാം ആയിക്കഴിഞ്ഞാൽ അങ്ങ് കട്ടുകൊണ്ടു പോവുക, അങ്ങ് പ്രലോഭിപ്പിക്കുക, പ്രേമിക്കുക, പ്രണയിക്കുക, എന്നൊരു നിൻ്റെ വലയിൽ അങ്ങോട്ട് വീഴ്ത്തുക രാജേഷ്. എന്നാൽ ലോക്കപ്പിലേക്ക് അതാ അയാൾ കടന്നു കഴിഞ്ഞു. ആസിഫ് നേരെ അതാ രാജേഷിൻ്റെ മുഖം നോക്കി ഇടിക്കുന്നു. പറയടാ, എന്താടാ, എന്ത് അനാശ്വാസ പ്രവർത്തനമാണ് നീ ഇവിടെ നടക്കുന്നത്? സാറേ, തൊട്ടുകളി വേണ്ട, സംസാരിച്ചാൽ മതി. ഓഹോ, നിന്നെ ഞാനങ്ങ് എന്ന് പറഞ്ഞ് വീണ്ടും ആസിഫ് അതാ രാജേഷിനെ ഇടിച്ച് പരുവമാക്കുന്നു. സാറേ, നിങ്ങൾ മൂർഖനെയാണ് ചവിട്ടുന്നത്, അത് മറക്കണ്ട. നിമിഷങ്ങൾക്കകം തൊപ്പി പോകുന്ന കേസാണ്. ഓഹോ, അപ്പോൾ ഒന്നും രണ്ടും ആളുകളല്ലല്ലോ. നിനക്ക് എത്രയെത്ര ആളുകളാണ് നിൻ്റെ പിന്നിലായിട്ട്? വലിയ വലിയ മന്ത്രികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം നിൻ്റെ പിന്നിലുണ്ടാവും. കാരണം അവർക്കൊക്കെ ആവശ്യം നിന്നെപ്പോലുള്ള നീച പ്രവൃത്തി ചെയ്യുന്ന ആളുകളുടെ കൈകളിലുള്ള ഇരകളെയാണല്ലോ അല്ലേ? സ്വന്തം വീട്ടുകാരെ മറന്ന്, ഭാര്യയെ മറന്ന്, മക്കളെ മറന്ന് പല തെറ്റുകളും ചെയ്യാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്രയോ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ശരിക്കും തെറ്റായ അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ആളുകൾ. പക്ഷേ ആസിഫിൻ്റെ കയ്യിൽ അതൊന്നും വില പോവില്ല മോനെ. അതൊക്കെ അങ്ങ് നുള്ളിക്കളയും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സാറേ, കൈയെടുക്ക് സാറേ. അവൻ്റെ തോളിൽ അമർത്തി കൈവച്ചപ്പോൾ പറഞ്ഞു, കൈയെടുക്കാനല്ലല്ലോ ആസിഫ് നിന്നെ ലോക്കപ്പിലേക്ക് ഏറ്റിയത്. അത് ഒരുപാട് കാലമായി നീ വിലസി നടക്കുന്നു. ഇവിടുത്തെ നാട്ടിലത്തെ പോലീസുകാർ മുഴുവനും ഒരു എന്താ പറയുക, വെറും ക്യാഷിന് വേണ്ടി, ആരുടെക്ക് എച്ചിലിന് വേണ്ടി കൈ നീട്ടുന്ന, അതിനു മുമ്പിൽ ഭയന്ന് നിൽക്കുന്ന ആളുകൾ. എനിക്ക് നാണം തോന്നുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു വലിയൊരു ക്രിമിനൽ മാഫിയ, അനാശ്വാസ പ്രവർത്തനത്തിലുള്ള വലിയൊരു സ്ഥാപനം, അതെല്ലാം വളർന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ, സൗന്ദര്യമുള്ള പെൺകുട്ടികളെ മാത്രം തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അവരെ വലിയ വലിയ പണക്കാർക്ക് വേണ്ടി കാഴ്ചവെക്കുക. ബെസ്റ്റ്. നീ തരക്കടില്ലല്ലോ ആള് എന്ന് തുടങ്ങിയതാടോ? സാറ് അതൊക്കെ തുടങ്ങിയിട്ട് കുറേയായി. സാറെന്നെ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണ്ട. ചോദ്യം ചെയ്താലുണ്ടല്ലോ പിന്നെ സാറിന് ലോകം കാണില്ല. അങ്ങനെ മരിക്കുകയാണെങ്കിൽ ധീരതയോടെ മരിക്കണം. എന്നാലും തെറ്റിന് കൂട്ടുനിന്ന് മരിക്കാൻ എന്നെ കിട്ടില്ല. രാജേഷ് ലോക്കപ്പിൽ തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ സീനത്ത് വീട്ടിൽ അവളാകെ ടെൻഷനിലാണ്.
അവൾക്ക് എന്തൊക്കെയോ പറ്റിയിരിക്കുന്നു. കാരണം തന്നെ അതുവരെയും നല്ല രീതിയിൽ നോക്കിയിരുന്ന ഷമീർ പാവം എന്നെ രക്ഷിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. ഒരുപാട് അനുഭവങ്ങൾ രാജേഷിൽ നിന്ന് ഉണ്ടാകുന്നു. അല്ല, ഞാൻ എന്ത് ചെയ്യാം? അവളാണെങ്കിൽ ഇപ്പോൾ 9 മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതെ, അവൾക്ക് ശരീരത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വേദനയും കാര്യങ്ങളും വരുന്നു. ആകപ്പാട് ടെൻഷനാണ്. പഠിച്ചോനെ, ഷമീർ ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അതിനാരും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നല്ല. അവൾ അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റഹ്മാനെ, അല്ലാ, എൻ്റെ കുഞ്ഞിനെ നീ സുരക്ഷിതമാക്കണം. അല്ലാ, എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുതേ. അല്ലാ റഹ്മാനെ, എൻ്റെ കുഞ്ഞിനെയും അതെ എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയെയും ആരാണ് സ്വീകരിച്ചത് അവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. ഒരിക്കൽ പോലും സീനത്തിനെതിരെ ഉസ്താദ് ശപിച്ചിട്ടില്ല. കാരണം അവർക്ക് അവരുടെ ഇഷ്ടം, അവരുടെ ജീവിതം അങ്ങനെ പോകട്ടെ എന്ന് കരുതിയിട്ട് നമ്മളവരെ ശപിച്ചിട്ട് എന്ത് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിതാ നല്ലൊരു പെൺമണിയെ നൽകിയിരിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത സഹ്റ ബത്തൂൽ എന്നു പേരുള്ള പെൺകുട്ടിയെ എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. ഇതിനേക്കാളും വലിയൊരു സമ്മാനം എനിക്ക് വേറെ നൽകാനില്ല. അല്ലാ, അൽഹംദുലില്ലാ. സീനത്തൊക്കെ അവളുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ. ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിലേക്കൊന്നും ഒരു ശല്യമായിട്ടും ഞാൻ വരികയില്ല. അതായിരുന്നു നമ്മുടെ ഷെഫി ഉസ്താദും വിചാരിച്ചിരുന്നത്. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു സന്തോഷം ഇതാ കടന്നു വരികയാണ്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച ഷെഫി ഉസ്താദിന് അല്ലാഹു കനിഞ്ഞരുളിയ അനുഗ്രഹം അത് എന്താണെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.